വാർത്തകൾ തുടരുന്നു. പ്രഹസനമായി മാറി പൊന്നാനി താലൂക്ക് തല വിജിലൻസ് കമ്മിറ്റി. 3 മാസത്തിലൊരിക്കൽ ചേരേണ്ട കമ്മിറ്റി 1.5 വർഷത്തിന് ശേഷമാണ് ചേർന്നത്. തദ്ദേശ സ്വയംഭരണ അധ്യക്ഷന്മാരില്ലാതെ പേരിന് മാത്രമായാണ് യോഗം ചേർന്നത്. താലൂക്കിലെ വിവിധയിടങ്ങളിൽ ഒരേ സാധനങ്ങൾക്ക് പല വില ഈടാക്കുന്നത് തുടരുമ്പോഴും ഈ വിഷയങ്ങൾ ചർച്ച ചെയ്യുകയും പരിഹാരം കാണുകയും ചെയ്യേണ്ട പ്രധാന കമ്മിറ്റിയായ താലൂക്ക് തല വിജിലൻസ് കമ്മിറ്റി യോഗമാണ് പ്രഹസനമായി മാറുന്നത്. RDOയുടെ അധ്യക്ഷതയിൽ 3 മാസത്തിലൊരിക്കൽ ചേരേണ്ട യോഗം ഇത്തവണ വിളിച്ചു ചേർത്തത് 1.5 വർഷത്തിന് ശേഷമാണ്. വിലക്കയറ്റ നിയന്ത്രണം, അളവുതൂക്ക പരിശോധന തുടങ്ങിയവ നടത്തേണ്ട വിവിധ വകുപ്പുകളുടെ ഉദ്യോഗസ്ഥരുടെ യോഗമാണിത്. യോഗത്തിൽ തദ്ദേശ അധ്യക്ഷന്മാരും രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളും അംഗങ്ങളാണ്. എന്നാൽ ശനിയാഴ്ച നടന്ന യോഗത്തിൽ ഉദ്യോഗസ്ഥർക്കും രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾക്കും പുറമെ 2 പഞ്ചായത്തുകളിലെ വൈസ് പ്രസിഡന്റുമാർ മാത്രമാണ് പങ്കെടുത്തത്. കടകളിൽ സാധനങ്ങൾക്ക് വില നിയന്ത്രണമില്ലാത്തതിൽ പരിശോധന നടക്കാത്തതിൽ പ്രതിഷേധമുയർന്നു. നമുക്കിവിടെ പെട്രോൾ പമ്പിൽ ഈ എണ്ണ ഈ 2-ാം ശനി ഞായർ ദിവസം പോകുമ്പോൾ പ്രീമിയം എണ്ണ അടിച്ചിരുന്നത് 1-2 വർഷം ഇവിടെ വിളിച്ച് പരാതി പറയും ചെയ്തു. ഇത് പ്രീമിയം എണ്ണയാണോ സാധാരണ എണ്ണയാണോ അടിക്കുന്ന ആൾക്കാർക്ക് അറിയില്ല, വലിയ വ്യത്യാസമായി. അപ്പോൾ അതൊന്നും ശ്രദ്ധിക്കണം. രണ്ടാമത്തെ കാര്യം മാവേലി സ്റ്റോറിൻ്റെ കാര്യം. മാവേലി സ്റ്റോറിൽ കഴിഞ്ഞ ഓണത്തിലാണ് പഞ്ചസാരയും പയറും വന്നിട്ടുള്ളത്. 1 വർഷമായി ഇതുവരെയ്ക്ക് അവിടെ ഈ സാധനം എത്തിയിട്ടില്ല. 8 മാസമായിട്ട് 13 ഐറ്റം സബ്സിഡി സാധനങ്ങൾ, ഉഴുന്ന്, പരിപ്പ്, മുളക് 3 മാസമായിട്ട് ഇതാണ് സംഭവം. അതുപോലെ തന്നെ കഴിഞ്ഞ മാർച്ച് മാസത്തിൽ സർക്കാർ പൈസ കൊടുക്കാത്തതിൻ്റെ പേരിൽ അവിടെയുള്ള നോൺ സബ്സിഡി സാധനം മുഴുവൻ മാവേലിയിൽ നിന്ന് എടുത്തുകൊണ്ട് ഇവിടെ ഏമുന്നില്ല. ഇത് പറയണ സത്യമാണെന്ന് പറഞ്ഞു ഉണ്ടായി. 6 മാസമായിട്ട് അവിടെ താൽക്കാലിക ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കുന്നില്ല. ഇപ്പോൾ പൊതുമാർക്കറ്റിലാണെങ്കിൽ അങ്ങാടിയിലൊരു വില, ചന്തപ്പടിയിലൊരു വില, ചമ്മോട്ടൻ ജംഗ്ഷനിൽ വേറെ വില. ഇത് സപ്ലൈ PSOനടക്കം നോക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. കാരണം എന്താ വെച്ചാൽ കേന്ദ്ര സർക്കാർ നിയമമാണെന്ന് തോന്നുന്നു. 15 വർഷം പഴക്കമുള്ള വാഹനങ്ങൾ കട്ടപ്പുറത്താണ്. ഇവർക്ക് പോകാൻ വണ്ടിയില്ല. ഓടിക്കൊണ്ടിരിക്കുന്ന വണ്ടിയാണ്. ഓരോ സർക്കാരിൻ്റെ തലതിരിക്കുന്ന നയങ്ങളാണ്. ഓടിക്കൊണ്ടിരിക്കുന്ന വണ്ടി കേട്ടിട്ട് ഇവർക്ക് പരിശോധിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. എന്നാൽ സിവിൽ സപ്ലൈ ഓഫീസ്, സപ്ലൈകോ, ഭക്ഷ്യസുരക്ഷാ വിഭാഗം എന്നിവർക്ക് വാഹനങ്ങളില്ലാത്തതിനാൽ പരിശോധന സമയബന്ധിതമായി നടത്താൻ കഴിയുന്നില്ലെന്ന് ഉദ്യോഗസ്ഥർ പറഞ്ഞു. NCV ന്യൂസ്, പൊന്നാനി. 12 വർഷത്തെ എക്സ്പീരിയൻസ്, 800-ലധികം വിദ്യാർത്ഥികൾ, ഉയർന്ന നിലവാരമുള്ള പഠന രീതികൾ, എക്സ്പീരിയൻസ്ഡ് ആയ മാനേജ്മെന്റ്, കൂടാതെ 100% ജോലി സാധ്യതയും. സാലിയൻ പാരാമെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട്, എടപ്പാൾ, തിരൂർ.